Hey, Mani. ഞാൻ പറഞ്ഞില്ലേ she will look at me. She's mine. Hi, baby. പൊട്ടി എന്താ എടി നിന്നെ പിന്നെ ഞാൻ എത്ര തവണയായിട്ട് കിടന്ന് വിളിക്കുന്നടി ദേ എൻ്റെ മോളും വരുവാനും ഇപ്പോൾ വരും നീ ഈ മുറിയൊക്കെ ഒന്ന് വൃത്തിയാക്കിയേ ഈ സാധനങ്ങളൊക്കെ എടുത്ത് എൻ്റെ മുറി കൊണ്ടുപോയി എനിക്ക് എൻ്റെ റൂമൊന്നും കൊടുക്കാൻ അമ്മ വേണമെങ്കിൽ അമ്മയുടെ റൂം കൊടുത്തിട്ട് ഹോളിൽ പോയി കടാ എന്നെ കൊണ്ട് നീ ഒന്നും പറയിപ്പിക്കരുത് കേട്ടാ നീ എൻ്റെ മരുമ ആദ്യമായിട്ട് താമസിക്കാൻ വരണല്ലേ ഒരാഴ്ചത്തെ കാര്യമല്ലേ ഉള്ളൂ നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യും മോനെ ചിക്കൻ നല്ല മുരിഞ്ഞിട്ടില്ലേ കുറച്ച് കറിയും കൂടെ ഒഴിക്കാം കഴിക്കും അയ്യോ മതി മതി അമ്മ നിങ്ങളും കൂടെ ഇരിക്കും മോൻ കഴിക്കും ഞങ്ങൾ പിന്നെ ഇരുന്നോളാം അമ്മ കുറച്ച് കറിയും കിടത്തെ അമ്മ എനിക്ക് എക്സാമിന് പോകാൻ സമയമായി മോനെ ദൈ മുട്ട കൂടെ കഴിക്കും മോനെ എടി അയ്യോ അയ്യോ മോനെ എങ്ങെടുക്ക് അവൾക്ക് മുട്ട എന്നാദ്യം കൊടുക്കില്ല മോഹര് വരും ആരോണ്ട് കഴിക്ക് മോനെ അമ്മ രാത്രി മട്ടൻ കറി ഉണ്ടാക്കി തരാമേ അതിന്റെ ടേസ്റ്റ് ഒക്കെ ഓക്കെ അല്ലേ സൂപ്പർ അല്ലേ തൽക്കാലം നീ പുറത്തുനിന്നുള്ള കാറ്റ് കൊണ്ടാൽ മതിയേ Does anyone have any final questions or comments on today's topic? മോനെ ഇതിന് കാറ്റ് കുറവാണ് ഇതും കൂടി ഇരുന്നോട്ട് അയ്യോ മോനെ ഇതുവരെ കുളിക്കാൻ കയറിയില്ലേ അത് കുഴപ്പമില്ല മവള് വിളിക്കട്ടെ ഡി ആര്യേ എടി മോനെ കുളിക്കണമെന്ന് എത്ര നേരമാണ് കുളിക്കാൻ കയറിയില്ലേ എന്തോ ശല്യം ഇത് മനുഷ്യന് കുളിക്കാൻ സമ്മതിക്കൂലേ എടി കുളിക്കാൻ കയറിയിട്ട് എത്ര നേരമായിടി മോന് കുളിക്കണ്ടേ ഓട്ട് കുഴപ്പമില്ല അവള് കുളിക്കട്ടായിരുന്നല്ലോ ആമോ കയറി ഈ പടം എത്ര കണ്ടാലും മടുക്കൂലടി സത്യം എന്തോന്നു സിനിമ എപ്പോൾ തീരാൻ ബിഗ് ബോസ് ആണോ എടി എന്തോ നീ പറയണേ ഞാൻ പോലും സീരിയൽ കാണാതിരിക്കുകയാണ് മരുമൻ കാണുന്നത് അയ്യോ ഞാൻ അച്ചപ്പം എടുത്ത് വെച്ചിട്ട് കൊടുത്തില്ല പാടിച്ചു കുടിക്കാം ധൈര്യമ്മ ഇങ്ങോട്ട് വാ ചോദിക്കുന്നു വേണ്ട ചോദിച്ചെല്ലാം അറിയാൻ പറ്റുള്ളൂ എന്താ മോനെ അത് പിന്നെ അടുത്ത മാസം എനിക്ക് കോളേജിലൊരു ക്യാമ്പസ് ഇൻ്റർവ്യൂ ഉണ്ടെന്ന് അവൾക്ക് ഇംഗ്ലീഷ് ഒന്നും നേരെ സംസാരിക്കാൻ അറിഞ്ഞൂടാ മോൻ മീറ്റിങ്ങിലൊക്കെ നല്ലവണ്ണം സംസാരിക്കണമല്ലോ മോനെ അതെങ്ങനെ അമ്മ ഞാനും പണ്ട് ഇങ്ങനെയൊന്നും പറയില്ലായിരുന്നു ക്ലാസ്സിന് പോയി തന്നെ ഞാനും പഠിച്ചത് ഈ ജിൻഡാസ് ഇംഗ്ലീഷ് ക്ലാസ്സില്ലേ അവിടെ ആകുമ്പോൾ നമുക്ക് ഇൻഡിവിജ്വൽ ട്രെയിനറിനെ കിട്ടും എല്ലാ ദിവസവും വീഡിയോ കോളിൽ കൂടെ ഒരു 40 മിനിറ്റ് 1-to-1 സെഷൻ ഉണ്ടാവും അവരാകുമ്പം നമ്മുടെ ലെവലൊക്കെ മനസ്സിലാക്കി പഠിപ്പിച്ചേ പിന്നെ നമ്മളൊക്കെ ഇംഗ്ലീഷ് സംസാരിക്കുന്ന മെയിൻ കാരണമേ ചമ്മലാണ് ഇവിടെ പിന്നെ ഗ്രൂപ്പ് ക്ലാസ് ഒന്നും അല്ലാത്തതുകൊണ്ട് ഒരു ചമ്മലുള്ളത് എന്ത് ഡൗട്ടാണ് ചോദിക്കുകയും ചെയ്യാം ഈ ഇൻ്റർവ്യൂ കൊണ്ടല്ല അവർ തെറ്റ് ചെയ്തേ മോളെ ഇപ്പം തന്നെ നമ്പർ ഇങ്ങനെ വാങ്ങി അത് ഞാൻ വാട്സപ്പ് ചെയ്തേക്കാം ശരി മോനെ അമ്മയോട് ബൂസ്റ്റിംഗ് കളിക്കൊണ്ടിരുന്നോ ഈ ചേച്ചി കളിന് വന്നിട്ട് 10-11 ദിവസമായില്ലേ ഇവളെന്ത് പോണില്ലേ എടി അത് തന്നെ ഞാനും ആലോചിക്കണത് ഒരു മാസത്തെ ചെലവിനുള്ള പൈസ എനിക്ക് ഇപ്പോഴേ തീർന്നു അമ്മ ഇത്തിരി ചേച്ചി അടുത്ത് പോയി ചോദിക്കുക എപ്പോൾ പോകുന്നു എനിക്ക് എൻ്റെ റൂം കാണാം എടി ആരുൻ്റെ ലീവ് തീർന്നില്ലേ അവൻ എന്ന് ജോയിൻ ചെയ്യണം ഈ തിങ്കളാഴ്ച ജോയിൻ ചെയ്യണം ഓ അപ്പം നിങ്ങൾ നാളെ പോവുമായിരിക്കും അല്ലേ ഇല്ല അരുണ് ട്രിവാൻഡ്രത്തേക്ക് ട്രാൻസ്ഫറായി അപ്പം നിങ്ങൾ തിരുവനന്തപുരത്ത് വേറെ വീട് നോക്കിയായിരിക്കും അല്ലേ ഈ വീട്ടിലപ്പോൾ നമ്മളെന്തിനാ വേറെ വീട് നോക്കുന്നത് നമ്മൾ എവിടെയും പോകുന്നില്ല അമ്മയ്ക്ക് ഇനി എന്നും വരുമാനം സൽക്കരിക്കാമല്ലോ അയ്യോ അതൊന്നും പറ്റില്ല നിങ്ങൾ വേറെ വീടെടുത്ത് മാറി താമസിച്ചാലേ പറ്റുള്ളൂ എടി മരുമ അച്ചു വീട്ടിൽ താമസിക്കണതേ നാട്ടുകാർ പറയൂടി നാട്ടുകാർ പറയുന്നതിന് നമ്മൾ നോക്കുന്നത് നമ്മൾ നമ്മുടെ കാര്യം നോക്കിയാൽ പോരെ അല്ലേടി
ഇനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങൾ ഇവിടെ താമസിക്കാൻ തീരുമാനിച്ചു. ചിക്കനെ മട്ടനെ ചിക്കൻ കൂടുതൽ കഴിച്ചിട്ടാണ് കാണുന്നത്. എന്താ ആ അല്ല മോനെ, പത്രം വായിച്ചില്ലേ? പക്ഷിപ്പനി ഉണ്ടെന്ന് ആരോഗ്യ വകുപ്പ് പ്രത്യേകം പറയുന്നുണ്ട്, ചിക്കനും മട്ടനും കഴിക്കരുത്. ബൂസ്റ്റ് കിട്ടി. അയ്യോ പാലില്ല മോനെ, അവിടെ കട്ടൻ കാപ്പി ഇട്ട് വെച്ചിട്ടുണ്ട് ഞാൻ. ആര്യയ്ക്ക് പരീക്ഷ നടക്കണം മോനെ, ഇതെടുക്കുകയാണ്. ഞങ്ങളെ കുടുംബത്തിൽ ആണുങ്ങൾ ആരും ഇതുവരെ ശബ്ദം ഉയർത്തി സംസാരിച്ചിട്ടില്ല. അതുകൊണ്ടേ അതിന് ചാട്ടമൊന്നും വേണ്ട. കാലണയ്ക്ക് വകയില്ലാത്ത നീ എന്റെ വീട്ടിൽ വലിഞ്ഞേറി വന്നിട്ട് എന്നോട് തർക്കുത്തരം പറയുന്നു. ഗിരിജ. ആ ചേച്ചി. നിന്റെ മോള് മരുമോന് വന്നിട്ട് കുറച്ച് ദിവസമായല്ലോ, അവൻ്റെ ജോലി വല്ലതും പോയാ? ഇല്ല ചേച്ചി, ജോലിയൊന്നും പോയില്ല. അവർ ട്രാൻസ്ഫറായി വന്നതാണ്. അപ്പോൾ അവൻ ഇവിടെ തന്നെ താമസിക്കാൻ പോണോ? ഇല്ല, അവർ വീട് നോക്കിക്കൊണ്ടിരിക്കണേ ചേച്ചി. വേഗം വേറെ വീടെടുത്ത് മാറാൻ പറ. ഇപ്പം തന്നെ നാട്ടുകാർ അച്ഛ വീട്ടിൽ താമസിക്കണമെന്ന് പറഞ്ഞാൽ അതും ഇതും പറയാൻ തുടങ്ങി. ശരി ചേച്ചി. ഇതെന്താ മോനെ? കുറച്ച് വീട്ടു സാധനങ്ങളാണ്. അമ്മ ഇനി മാർക്കറ്റിൽ പോകാനൊന്നും പോണ്ട. പിന്നെ ഇനി ഇതുപോലെ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഓഫീസിൽ പോകുമ്പോൾ എൻ്റെ ലിസ്റ്റ് തന്നു. ഇതെന്തു പറ്റി മോഹമല്ലായിരിക്കുന്നത്? ഒന്നുമില്ല മോനെ. ആര്യ, എന്തെങ്കിലും എൻ്റെ കൂടെ റൈഡിന് വന്നൂടെ പ്ലീസ്? എന്തിനാ വന്ന്? Hey man, who are you? Leave him. Good. ദേ, കോമ്പറ്റീഷൻ ഒന്നും വേണ്ട. ഷീസ് മൈ ഗേൾ ഫ്രണ്ട്. ഓക്കെ? ഓ, ഗേൾ ഫ്രണ്ട് ആയിരുന്നു. എടാ മോനെ അറിയാ. ഇനി എന്റെ പെങ്ങടെ പറയാൻ ശല്യപ്പെടുത്തോടാ. എന്തൊരു ശല്യമായിരുന്നെന്നറിയോ? എന്തായാലും ചേട്ടൻ നന്നായി. എന്തായാലും നല്ല വെറൈറ്റി പീസാണ്. എടി, ഞാൻ നിൻ്റെ അടുത്ത് ഒരു കാര്യം ചോദിക്കണമെന്ന് വിചാരിക്കായിരുന്നു. അമ്മ ഇന്നലെ ഭയങ്കര മൂഡ് ഓഫ് ആയിരുന്നല്ലോ, എന്തു പറ്റി? അതിപ്പോ പെട്ടെന്ന് ഇങ്ങനെ വന്നിട്ട് ഇത് നിങ്ങളെ വീടാണെന്ന് പറഞ്ഞാ ഞങ്ങൾ എവിടെ പോവും? എന്റെ ഭർത്താവ് ആ കൂടെ മരിക്കുന്നതിന് മുമ്പേ തന്നത് ഞങ്ങൾക്ക് ഈ ഒരു വീടാ. നിങ്ങളുടെ പേരിലാണ് വീടെങ്കിലേ അതിന്റെ രേഖകൾ എവിടെ? ഇല്ല. ആരും ചോദിക്കാൻ പറ്റില്ല എന്ന് വെച്ചിട്ട് വെറുതെ കഥയടിച്ചിറക്കരുത്. ഇത് എൻ്റെ അച്ഛൻ എനിക്ക് ഇഷ്ടദാനം തന്ന വീടാണ്. ദേ, സ്വന്തം അനിയൻ്റെ ഭാര്യയുടെയും മക്കളുടെയും പേരിൽ കേസ് കൊടുക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ നേരിട്ട് സംസാരിക്കാൻ വന്നത്. ഞാനൊരു 3 മാസം സമയം തരും. നിങ്ങളായിട്ട് മാറിയാൽ ഞാൻ മനസ്സറിഞ്ഞ് എന്തെങ്കിലും കോമ്പൻസേഷൻ തരും. അതല്ല കേസിനും വയ്യാവലിക്കും പോകാനാണ് ഭാവമെങ്കിൽ നിങ്ങൾക്കായിരിക്കും നഷ്ടം. മൂന്ന് മാസം കഴിഞ്ഞ വീടൊഴിഞ്ഞ് കയറണമെന്ന് അങ്ങേര് പറഞ്ഞു. ഇതൊക്കെ ആലോചിച്ചിട്ട് അമ്മ ഇന്നലെ നേരെ ഉറങ്ങിയിട്ട് പോലുമില്ല.
അച്ഛൻ മരിച്ചിട്ട് ഇപ്പോൾ 6-7 കൊല്ലമായില്ലേ? ഇത്രയും കാലം വരാതെ അങ്ങനെ പെട്ടെന്ന് കയറിയൊന്നും ഇങ്ങനെ അവകാശം ചോദിക്കുന്ന എന്തിനാ? നിങ്ങളതിൽ മക്കെല്ലാം കോൺടാക്ട് ചെയ്തായിരുന്നോ? ഇല്ല. അമ്മ അമ്മ എനിക്ക് കഞ്ഞി കുടിക്കാം. വേണ്ട മോനെ. അതൊന്നും പറയാൻ പറ്റില്ല, ഗുളിക കഴിക്കാനുള്ളതല്ലേ. അതെ, എണീക്ക് പതുക്കെ പതുക്കെ. ആ പതുക്കെ ഇങ്ങോട്ടിരുന്നു. ഇതാണ് കുടിച്ചാൽ നല്ല ചൂട് കഞ്ഞി കുടിച്ചോ. മോനെ ചാന്ദിനി എവിടെ മോനെ? അവൾ വരാൻ 1/2 മണിക്കൂർ എടുക്കാമോ? കുടി. ഉപ്പൊക്കെ എങ്ങനെയുണ്ട്? കുടിച്ചോ. എന്ത് പറ്റിയമ്മ? നല്ല ചമയുണ്ടല്ലോ. ഞാനേ ആവി പിടിക്കാൻ വെള്ളം ചൂടാക്കട്ടെ. ഈ വേപ്പലയും ചെറിയുള്ളിയും മഞ്ഞളും കൂടെ ഇട്ടിട്ടേ അല്ല കട്ടയ്ക്ക് ഒന്ന് ആവി പിടിച്ചാൽ മതി. പനിക്ക് ഇപ്പം പമ്പാണ്. നീ പറ. ഞാൻ എൻ്റെ വക്കീലിനോട് സംസാരിച്ചു. ഈ വീടും സ്ഥലവും എൻ്റെ പേരിലായതുകൊണ്ട് എനിക്ക് വേണമെങ്കിൽ ഈ നിമിഷം നിങ്ങളിവിടെ ഇറക്കി വിടാം. പക്ഷെ ഞാനത് ചെയ്യാത്തതേ എൻ്റെ അനിയൻ്റെ ഭാര്യയും മോളും ആയതുകൊണ്ടാണ്. ഞാൻ നിങ്ങൾക്ക് നേരത്തെ 3 മാസം സമയമല്ലേ പറഞ്ഞേ. ഇനി ഏതായാലും ആര്യയുടെ കല്യാണം കഴിയുന്നവരെ നിങ്ങളിവിടെ തന്നെ അങ്ങ് താമസിച്ചോ. പക്ഷെ അത് കഴിഞ്ഞ് മാറിപ്പോണം. പിന്നെ എല്ലാത്തിനും ഒരു ഉറപ്പ് വേണമല്ലോ. 2 വർഷം കഴിഞ്ഞ് വീട് മാറിത്തരാമെന്നുള്ളതിന് ഒരു എഗ്രിമെൻറ്റാണ്. ഇതിലൊന്ന് ഒപ്പിട്ടേക്ക്. അമ്മാലും ഒപ്പിടുന്നില്ലെങ്കിലോ? ഓ, നീ ആയിരുന്നോ? അച്ചി വീട്ടിൽ കിടക്കണം, നീ അതിനകത്ത് ഇടപെടില്ല. ഇടപെടണ വേണ്ടെന്നൊക്കെ ഞാൻ തീരുമാനിച്ചോളാം. ഡാ താൻ എന്തോ വിചാരിച്ചത്? ഞങ്ങളൊക്കെ മണ്ടന്മാരാണെന്നോ? അല്ല, ആരുടെ വീട്ടിൽ നിന്ന് ആരെ ഇറക്കണമെന്ന കാര്യമാണ് താനീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഞങ്ങളിപ്പോൾ വരുന്നതേ വില്ലേജ് ഓഫീസിൽ നിന്നാണ്. ഈ വീട് സ്ഥലവും ഇവിടുത്തെ അമ്മയുടെ പേരില്ല. അതൊക്കെ ഉടായിപ്പ കാണിച്ച് എഴുതിയെടുക്കാന്നുള്ള പരിപാടിയൊക്കെ അങ്ങ് കയ്യിൽ വെച്ചേരെ. രണ്ട് വർഷം അല്ലേ? ഇതിന് എൻ്റെ ഇരിക്കട്ടെ, എൻ്റെ വക്കീലാവട്ടെ. ഞാനും സംസാരിച്ചിട്ടുണ്ട്. വ്യാജരേഖ ചമയ്ക്കലും ഭീഷണിപ്പെടുത്തി സ്വത്ത് എഴുതിയെടുക്കലും എല്ലാം കൂടെ കുറേ കാലം അകത്തിറക്കുള്ള വകുപ്പുണ്ട്. എടോ, ഇത്രയും കാലം താൻ ഈ നാറിയ കളിയെ കളിച്ചതേ ഈ വീടിൻ്റെ ഒറിജിനൽ ഡോക്യുമെൻ്റ് കാണാനില്ലെന്നുള്ള ധൈര്യത്തിലല്ലേ? ഇത് കണ്ടോ? ഇനി മേലെ ഈ ഏരിയ കണ്ടോ? മോനെ ഹലോ, എടാ അളിയ, നീ കോട്ടനാണോ വീട്ടിലാണോ? എടാ ഒരു ഡൗട്ട് ചോദിക്കാൻ വേണ്ടിയിട്ടായിരുന്നേ. ഈ നമ്മുടെ വീടിൻ്റെ ഒറിജിനൽ ആധാരം മിസ്സായി പോയല്ലേ, അത് തിരിച്ചു കിട്ടാനുള്ള പ്രൊസീജിയർ എന്താണ്? അത് തപ്പി നോക്കണോടാ, അറിഞ്ഞൂടാ. ആടാ ശരി, ഓക്കെ. ഗിരിജ, എന്ത് ചേച്ചി? നിന്റെ മോള് മരുമോന് ഇതുവരെ പോയില്ലേ? കുറേ ദിവസം ആയല്ല. അവൻ ഇവിടെ നിൽക്കാൻ നാണമൊന്നുമില്ലേ? അവൻ്റെ ഭാര്യ വീട്ടിൽ നിൽക്കണേന് എന്തിനു നാണിക്കണത്? അല്ല, അവരിവിടെ നിൽക്കണോണ്ട് ചേച്ചിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. എന്നാലും അത് ശരിയല്ലല്ലോ. അവ എൻ്റെ മോനാ. അവ ഞങ്ങളോട് നിൽക്കാനാണ് ഇങ്ങോട്ട് ട്രാൻസ്ഫർ വാങ്ങിച്ചു വന്നത്. അവരിനി ഇവിടെ തന്നെ കാണും. ആരെങ്കിലും ചോദിക്കണമെങ്കിലേ ചേച്ചി ഇതങ്ങ് പറഞ്ഞാൽ മതി.
കല്യാണത്തിന് ശേഷം ഭർത്താവ് ഭാര്യ വീട്ടിൽ വന്ന് നിൽക്കുന്നത് വെറും നാണക്കേടാണെന്ന് വിചാരിക്കുന്ന ഒരു മൈൻഡ് സെറ്റ് പലർക്കും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോഴും പല ഭർത്താക്കന്മാർക്കും ഭാര്യ വീട്ടിൽ വന്ന് കുറച്ച് ദിവസം നിൽക്കാൻ പോലും ഭയങ്കര മടിയാണ്. ഈ ഒരു മൈൻഡ് സെറ്റ് ശരിക്കും മാറേണ്ടതല്ല. ഭാര്യമാർ ഭർത്താക്കന്മാരുടെ വീട്ടിൽ വന്ന് നിൽക്കുന്നത് പോലെ ഭർത്താക്കന്മാർ ഭാര്യ വീട്ടിൽ വന്ന് നിൽക്കുന്നതും വളരെ നോർമലായിട്ട് കാണാൻ കഴിയാത്തതാണ് ഈ പ്രശ്നങ്ങളുടെയൊക്കെ മെയിൻ കാരണം. ഈ ചിത്രത്തിലെ അമ്മ തന്നെ നാട്ടുകാരെന്ത് വിചാരിക്കും, അവരെന്ത് പറയൂ എന്നൊക്കെ ഉള്ള പേടിയിലാണ് മകളെ ആദ്യം മാറി താമസിക്കാൻ ആവശ്യപ്പെടുന്നത്. അതേസമയം മരുമകനെ സ്വന്തം മകനായിട്ട് കാണാൻ സാധിച്ചപ്പോൾ അവരുടെ തോട്ട് പ്രോസസ്സ് തന്നെ മാറി. ഈ ഒരു മാറ്റം ഓരോ കുടുംബങ്ങളിലും ഉണ്ടാവട്ടെ. ഇനിയെങ്കിലും എല്ലാ ഭർത്താക്കന്മാർക്കും ഭാര്യ വീടിനെയും സ്വന്തം വീടായിട്ട് കാണാൻ സാധിക്കട്ടെ. എല്ലാവർക്കും ഒത്തിരി സന്തോഷം നേർന്നുകൊണ്ട് താങ്ക് യു. വിവാഹം കഴിഞ്ഞ് ഭർത്താവ് ഭാര്യ വീട്ടിൽ നിൽക്കുന്നതിൽ നാണക്കേട് തോന്നേണ്ട കാര്യമാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഭർത്താവ് ഭാര്യ വീട്ടിൽ വന്ന് നിൽക്കുന്നതിനെ മോശമായി കാണുന്നൊരു ചിന്താഗതി ഈ സമൂഹത്തിൽ നിന്ന് മാറാൻ തീർച്ചയായും ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. നിങ്ങളൊരു ആക്ടറോ ഡയറക്ടറോ സ്ക്രിപ്റ്റ് റൈറ്ററോ ആണെങ്കിൽ നിങ്ങൾക്കും SK ടോക്സ് ഫാമിലിയുടെ ഭാഗമാകാം. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രം: SK ടോക്സിൻ്റെ ഒഫീഷ്യൽ വാട്സാപ്പ് നമ്പറിലേക്ക് ഒരു മെസ്സേജ് അയയ്ക്കുക. നമ്മുടെ എല്ലാ വീഡിയോസും മിസ് ചെയ്യാതെ കാണാൻ SK ടോക്സിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. SK ടോക്സിൻ്റെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. താങ്ക് യു. ഉയർന്ന നിലവാരമുള്ള നിലക്കടല എണ്ണ, മന്ത്ര ഗ്രൗണ്ട്നട്ട് ഓയിൽ, ഇതേ നല്ലത്. ഇനി നിങ്ങൾക്കും ഇംഗ്ലീഷ് കോൺഫിഡൻ്റ് ആയി സംസാരിക്കാം. ജോയിൻ ജിൻഡാസ്, യുവർ ട്രൂ ഫ്രണ്ട്.